ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്സൈ. നമുക്ക് ഇന്ന് അഡിഡാസിൻ്റെ ഒരു അടിപൊളി ഓൾ ബ്ലാക്ക് ഷൂ ആണ് റിവ്യൂ ചെയ്യാനുള്ളത്. അപ്പോൾ അഡിഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഏകദേശം 1 month ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. സോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഞാൻ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ ഇതൊരു വെറൈറ്റി ഷേപ്പിലാണ് വരുന്നത്. കാരണം നമ്മളെ ഓൾ ബ്ലാക്ക് ഷൂ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ അഡിഡാസിൻ്റെ ചില ഷൂകൾക്കൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിന് വരുന്നത്, അതായത് ഷേപ്പിൻ്റെ കാര്യം നോക്കുമ്പോൾ. പിന്നെ ബാക്കിയെല്ലാം ഫുൾ ബ്ലാക്ക് കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ അവിടെ ഇവിടെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാ മെറ്റീരിയൽസിനും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിസൈൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല, കാരണം ഇതൊരു ക്ലാസിക് ലുക്കാണ്. വൈറ്റ് അഡിഡാസിൻ്റെ സ്ട്രിപ്പും ഓൾ ബ്ലാക്ക് ഡിസൈനും. അതുകൊണ്ട് തന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഏകദേശം എല്ലാ ഡ്രസ്സിലും കറക്റ്റായിട്ട് ചേരുന്നുണ്ട്. പിന്നെ മറ്റുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്. അധികം ചളിയായിട്ടോ അല്ലെങ്കിൽ കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡേർട്ടൊക്കെ വന്നിട്ട് മുഷിയുന്ന ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ള, അതായത് ഡെയിലി യൂസിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഷൂ ആണ്. ഇനി ഓരോ ഡിസൈനിങ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മുകളിൽ വരുന്ന ലേസ് ഫ്ലാറ്റ് ഡിസൈനാണ്, അല്ലാതെ സാധാരണ വരുന്ന റൗണ്ട് ഡിസൈൻ അല്ല. അതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ അഡിഡാസിൻ്റെ ലോഗോ കാണാം. നമുക്ക് ഫ്രണ്ടിൽ റൈസ് ചെയ്തിട്ടുള്ള ആ ടോ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗത്തായിട്ട് അഡിഡാസിൻ്റെ ഒരു ലോഗോ കാണാം. പിന്നെ താഴെയായിട്ട് അഡിഡാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോളും അതുപോലെ മിഡ് സോളും എല്ലാം ഫുൾ ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ അഡിഡാസിൻ്റെ ലോഗോയും ടെക്സ്റ്റൊക്കെയാണ് മാത്രം വൈറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും നന്നായിട്ട് തന്നെ ഉണ്ട്. എനിക്ക് വലിയ മോശമായിട്ട് തോന്നിയിട്ടില്ല. ഒരു മാസം ഞാൻ ട്രെഡ്മിലിൻ്റെ മുകളിലും അതുപോലെ മറ്റുള്ള സർഫസിലൊക്കെ ഇട്ട് ഉപയോഗിച്ചിട്ടും അടിയിൽ വരുന്ന ഈ ഒരു ഔട്ട്സോൾ ഒരു രീതിക്കും തേഞ്ഞിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ബിൽഡ് ഫിനിഷിലോട്ട് വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സൈഡിൽ ഇട്ടിട്ടുള്ള ഗ്ലൂ ഒന്നും കാണുന്നില്ലെങ്കിലും നമ്മുടെ ഈ ഒരു അഡിഡാസിൻ്റെ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അത് ഈ ലെഫ്റ്റും റൈറ്റും ഷൂവിൻ്റെ മുകളിൽ കൊടുത്തത് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്നിട്ടുണ്ട്. അതായത് ചില അഡിഡാസിൻ്റെ സ്ട്രിപ്പ് മുകളിലോട്ട് കയറിയിട്ടും താന്നിട്ടൊക്കെയാണ് നിൽക്കുന്നത് രണ്ട് ഷൂവിൽ നോക്കുമ്പോൾ. അപ്പോൾ അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത്രയും റേറ്റ് കൊടുക്കുന്ന ഒരു ഷൂക്ക് തീരെ ഫിനിഷിംഗ് ക്വാളിറ്റി ഇല്ല. അത് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കോപ്പി ഷൂ പോലെയാണ് തോന്നുക. കാരണം ഈ റേഞ്ചിൽ വരുന്ന ചില ഷൂകൾക്ക് അഡിഡാസ് വലിയൊരു ഫിനിഷിംഗ് ക്വാളിറ്റി കൊടുക്കുന്നില്ല. അതേ സ്ഥാനത്ത് അവർ മെറ്റീരിയൽ ക്വാളിറ്റി കുറച്ചും കൂടെ നന്നായിട്ടാണ് ചെയ്യുന്നുള്ളത്. എന്നാലും ഒരു പ്രീമിയം ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടെ ഒരു ഫിനിഷിംഗ് ക്വാളിറ്റി വേണമായിരുന്നു. അതിവിടെ കാണുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരു അഡിഡാസിൻ്റെ ഷൂ എടുക്കുന്ന ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നും. കാരണം നല്ല പ്രതീക്ഷ വെച്ചിട്ടാണല്ലോ അത്രയും നല്ലൊരു ബ്രാൻഡിൻ്റെ ഷൂ ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുക. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് വാങ്ങിക്കാൻ. സോ ഈ ഒരു സെക്ഷനിൽ ഞാനൊരു 7.9 out of 10 ഒക്കെയാണ് കൊടുക്കുക, കാരണം ഈ ഒരു ഫിനിഷിംഗ് ക്വാളിറ്റീൻ്റെ പ്രശ്നം കൊണ്ട്. ബാക്കിയെല്ലാം അത്യാവശ്യം സെറ്റാണ്. അടുത്തതായിട്ട് നമുക്ക് കംഫർട്ടിനെ കുറിച്ച് നോക്കാം. അപ്പോൾ കംഫർട്ടിലോട്ട് വരികയാണെങ്കിൽ അഡിഡാസിൻ്റെ തന്നെ കുറച്ചും കൂടെ കംഫർട്ട് കൂടിയൊരു വേരിയൻ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. അതായത് അഡിഡാസിൻ്റെ ഓർത്തോലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് ബെഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. അതിനിപ്പോൾ റണ്ണിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഡെയിലി യൂസിലാണെങ്കിലും കംഫർട്ട് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അടിപൊളിയാണ്. ഒന്നാമത് ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം. പിന്നെ ഓൾ ബ്ലാക്ക് ആയതുകൊണ്ട് കുറേ നേരം യൂസ് ചെയ്യുമ്പം എന്തായാലും കാല് ഹീറ്റാവും, ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ മുകളിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ അത്യാവശ്യം ബ്രീത്തബിൾ ആയതുകൊണ്ട് മുകൾ ഭാഗത്ത് വലിയൊരു ഹീറ്റിംഗ് പ്രശ്നം വരുന്നില്ല. ഓവറോൾ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് മെറ്റീരിയൽസും സ്മൂത്താണ്. സോ നിങ്ങൾക്ക് ഷോക്സ് ഇടാതെയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കംഫർട്ട് എന്നുള്ള സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് നല്ലൊരു ഷൂ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു 8.5 out of 10 ഒക്കെ കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഗ്രിപ്പിൻ്റെ കാര്യം വരുന്നത്. ഗ്രിപ്പ് നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇവർ ഈ ഒരു ഔട്ട്സോൾ നിർമ്മിച്ചിട്ടുള്ളത്. കാരണം യൂസ് ചെയ്ത സമയത്തൊന്നും എനിക്ക് വലിയൊരു ഡാമേജ് ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ഗ്രിപ്പും തരുന്നുണ്ട് എല്ലാ സർഫസിലും. പിന്നെ ഇപ്പോൾ നമ്മൾ ഓടുന്ന സമയത്ത് ട്രെഡ്മില്ലാണെങ്കിലും സാധാരണ സർഫസിലൊക്കെ ആ ഗ്രിപ്പ് തരുന്നുണ്ട്. പെട്ടെന്ന് തേഞ്ഞു പോകുന്ന ഗ്രിപ്പായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്രിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഇൻഫർമേഷനും കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള കിട്ടിക്കാച്ചി ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ, ഗൈസ് ലേറ്റർ. പീസ്.